ഇല്ല, ഞാൻ സമ്മതിക്കില്ല. റിസർച്ചും തിസീസും വെറുതെ രാജ്യം ചുറ്റി നടക്കാനുള്ള സൂത്രങ്ങളാ അതൊക്കെ. 12 മാസവും ദേശാടനം, കൂടെ കുറെ ഫ്രണ്ട്സും. സാൻഡ്വിച്ച് കൾച്ചറും സെന്റ് സേവിയേഴ്സ് കോളേജിലെ ക്യാൻറ്റീനുമാ നിന്റെ ലോകം. നിനക്കൊരിക്കലും എന്നെ മനസ്സിലാവൂല. ഞാനിപ്പോ എന്ത് വേണം? കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഏത് സഹാരയിൽ വേണമെങ്കിലും പോയി ജീവിക്കാം. ആ ട്രിപ്പിന്റെ പേര് സ്റ്റഡി ടൂർ എന്നല്ലല്ലോ. കൂട്ടത്തിൽ ആര് വരുന്നുണ്ടെന്നാ പറഞ്ഞു? ദ ഗ്രേറ്റ് അലക്സാണ്ട്രിയ വ്ളാഡിമിച്ച്. ഷീസ് മൈ ഗൈഡ്. ദേ, നിന്നെ പോലെ തല്ലിപ്പൊളി സ്വഭാവമൊന്നല്ല. നൈസ്, നൈസർ ദാൻ എനിത്തിങ്. അങ്ങനെ ഇപ്പൊ സ്റ്റഡി ടൂറിന് പോയി സൊല്ലണ്ട. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ പോണം. തറവാട്ടിൽ പോയി എല്ലാരെയും കാണണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ മദാമിയുടെ ഒപ്പം ഊര് വിറ്റുക. ഒരിക്കലും തീരാത്ത ഒരു റിസർച്ചും. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലൊരു കോട്ട എനിക്കിടെ കൊണ്ടുവരണേ. ഏറ്റവും നീ ഇതേ സുഖറാം. രാവിലെ സുഖർ ഒന്നുമില്ല. क्या सुखराम, तुमने सुबह दारू पिया? मुझे माफ कर दीजिए साहब, बड़े अफसोस की बात है साहब. जब मैं कश्मीर में था, मेरे सामने 4 बच्चों का खून किए वो लोग साहब. बस करो सुखराम. അതിന്റെ സന്തോഷം കൊണ്ട് കുടിച്ചു പോയതാ. लो सुखराम. जीते रहो मेरे बच्चे, भगवान तुम्हें लंबी उम्र दे. इस दुनिया में बिल्कुल शांति नहीं है सुखराम. मैं जीना नहीं चाहता हूँ. പോടാ. അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞെ, സന്തോഷത്തോടെ പോയട്ടെ. മോനെ, ചെന്നവിടെ ഫോൺ ചെയ്യണം. ശരി അമ്മേ. ചേച്ചി, ഞാൻ വൈകുന്നേരം ഓപ്പൺ ആണോ? നമുക്ക് ഡോക്ടറെ കാണണം. പോട്ടെ. ആ. നീ എന്നത്തേക്കെത്തും? ഹാർഡ്ലി 1 month. അവിടെ തീസിസിനുള്ള കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പിന്നെ ജിയോളജിക്കൽ സർവേയില് കുറച്ച് ദിവസത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ആ, ചേച്ചി പറഞ്ഞിരുന്നു. നീ വന്നാലുടനെ അതങ്ങ് നടത്താം. ഗുരുവായൂർ വെച്ച് മതി. അവിടെ ആകുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കാമല്ലോ. പിന്നെ ഹിന്ദുവിനൊരു നേർച്ചയുണ്ട് ഗുരുവായൂരമ്പലത്തിൽ, ദീർഘസുന്ദരി പൂജ. അങ്കിൾ, എന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. സമയമുണ്ട്. മുഗൾ എക്സ്പ്രസിനാ. बाय अंकल. ओके बाय. चलो. മാനസ് വിളിച്ചില്ലേ? ഇല്ല മേം സാബ്. ഇവിടുന്ന് പുറത്തിറങ്ങിയ ഒരിക്കലും തിരിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. അവൾ എന്നാ വരിക? കുറച്ച് ദിവസത്തെ പ്രോഗ്രാം ആയിട്ടല്ലേ പോയത്. जो लोग सुल्तान रोड में बॉम्ब ब्लास्ट से मरा है, उन लोगों को आइडेंटिफाई नहीं कर पाया? नहीं साहब, जिस जगह से एविडेंस मिला है वो ठीक नहीं साहब. You may go and collect necessary details from Commissioner's office. Yes sir. ഡൽഹിയിൽ ഏത് സമയത്ത് എന്ത് നടക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ മൂടൽ മഞ്ഞും അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ഡൽഹിയിൽ ഡിസംബറിലാണ് സെക്യൂരിറ്റി അലേർട്ട് ആക്കേണ്ടത്. തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇറ്റ് ഈസ് എ പെർലെസ് സിറ്റുവേഷൻ. ജഗ്മോഹൻ പാണ്ഡെയുടെ കേസ് കേൾക്കുന്ന ജസ്റ്റിസ് ഉഷാ വർമ്മയുടെ പേരും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. സോ ബി കെയർഫുൾ. അവർക്കുള്ള സെക്യൂരിറ്റി എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്തോ സാബ്? ലേഡി ആയതുകൊണ്ട് ബ്ലാക്ക് കാറ്റ് കമാൻഡോസിനെ പ്രിഫർ ചെയ്യാമെന്നാണ് ക്യാബിനറ്റ് സജഷൻ. ഗ്രൂപ്പിനെ മിസ്റ്റർ ബൽറാമിന് തന്നെ റെക്കമെൻഡ് ചെയ്യാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്നൊരു കമാൻഡോ ഉണ്ട് സാർ. 1 മിസ്റ്റർ ഷാ. ഹി ഈസ് എൻ എഫിഷ്യന്റ് ട്രെയിനി. BSFൽ ക്യാപ്റ്റൻ റാങ്കാണ്. വിംഗ് ക്യാപ്റ്റൻ അയാളെ ആക്കാം. BSF ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അയാളുടെ സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. സാബ്.
मैम साहब है अंदर? नहीं साहब, बाहर गई है। आप लोग चाहो तो अंदर जा सकते हैं। क्या नाम है? सुखराम साहब। अच्छा, सुखराम। चोली के पीछे क्या है? चोली के पीछे पीछे, चोली के पीछे क्या है? सुखराम! चुप रहो। तेरा नाम? कुंदन जी। पूरा नाम बताओ। കുണ്ടൻ ചാറ്റർജി. മലയാളിയാണോ? അതെ സർ, കുട്ടൻജി എന്നാണ് എന്റെ പേര്. ചിറ്റാറാണ് സ്ഥലം. ഈ ഡൽഹിയിലെ സഹവാസം കൊണ്ട് കുണ്ടൻ ചാറ്റർജി എന്നായി പോയി. കുക്കാണല്ലേ? അതെ, ആളിന്റെ ആളാ. കരിമ്പൂന്നോ? I am Shyam. Who gave you the permission to enter into my house? Madam, we are from the National Security Department, Black Cat Squad. Please clear out everybody now itself. Ma'am Sahab, we've got orders from the headquarters to take charge of your security with immediate effect. I don't want any security here. We are really helpless, madam. This order comes from the Home Ministry. ഇതിനെല്ലാം കാരണക്കാരൻ അവനാണ്, ഒരു ഹോം സെക്രട്ടറി. മോർണിംഗ്. ഹലോ, കണക്ട് മീ ടു ദ ഹോം സെക്രട്ടറി. ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ, ഐ മീൻ ഇൻ ഡൽഹി, ആർക്കും ഒന്നിനും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. എസ്പെഷ്യലി ചേച്ചിയെ പോലുള്ള ഒരു VIP യുടെ നേർക്ക് ഒരു അറ്റംപ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവരോട് സഹകരിക്കണം. പക്ഷെ രാജ, ഇത് വളരെ കൂടിപ്പോയി. എന്തിന്റെ പേരിലാണെങ്കിലും, ഈവൻ ഫോർ ദ സേക്ക് ഓഫ് സെക്യൂരിറ്റി, ഐ കാൻ ബെയർ ഇറ്റ്. നോക്കൂ, ഉണ്ണിക്കും മാനസിക്കും ഇതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അവർ കൊച്ചു പിള്ളേരല്ല രാജ. ഉണ്ണിയും മാനസിയും അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്കുറപ്പാണ്. ഇതിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവും. നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ? എന്നെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ഓ, നിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു ജയിക്കാൻ എനിക്ക് വയ്യ. ദേ, ഇനി അവരോട് ആലോചിച്ച് വേണം ഞാൻ എന്തും ചെയ്യാൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരാണത്രേ. കണ്ടംപ്റ്റ് സെല്ലിലെ പുള്ളികളെപ്പോലാവും ഇനി ഈ വീട്ടിലെ ഞങ്ങളുടെ ജീവിതം. നമുക്കാ ശീലം ഇല്ലല്ലോ രാജ. എനിക്ക് മനുഷ്യന്റെ ബ്ലാക്ക് ഡ്രസ്സും തോക്കും ചിരിക്കാൻ അറിയാവുന്നൊരു മുഖം അതും ഇല്ലേ കൂട്ടത്തില്. ചേച്ചി, ടീം ക്യാപ്റ്റൻ വിജിലന്റ് ആയിരിക്കണം, അതാണ് റൂൾ. പിന്നെ ആദ്യത്തെ ഈ വീർപ്പുമുട്ടലെല്ലാം യൂസ്ഡ് ആയി കഴിയുമ്പോൾ മാറിക്കോളും. ചേച്ചിക്ക് മാത്രമല്ല, ഡൽഹിയിൽ 57 പേർക്കുണ്ട് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സാം. സർ, ഷീ ക്യാൻ ബി വെരി റൂഡ്. ബേസിക്കലി ഷീ ഈസ് വെരി ലവബിൾ. ഒന്നും കാര്യാക്കണ്ട, യു ക്യാരി ഓൺ. ഷുവർ സർ. Excuse me. Yes. നാം ക്യാ ഹൈ? മരിയ. ഞാൻ മലയാളിയാണ്. പക്ഷേ ഇതില് മറിയ സിംഗ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. Yes, my husband is from Ludhiana. ഓഹോ, എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാ. അച്ഛൻ റെയിൽവേസിലായിരുന്നു, അമ്മ ഇവിടെ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിരുന്നു.
നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. മേം സാബ് സ്പെഷ്യൽ കോർട്ട് ജഡ്ജായത് മുതൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. വാട്ട് ഇസ് ഹി? ഭർത്താവിന് എന്താ പണിയെന്ന്? ബിസിനസ്. കോൺസാ ബിസിനസ്? ആർമറി ഷോപ്പ്. മിസ്റ്റർ സിംഗിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടിവരും. കളക്ട് ചെയ്തോളാം. ഹസ്ബൻഡിന് ആയുധ വ്യാപാരം. നിങ്ങൾ വെറുതെ അവരെ സംശയിക്കണ്ട. എനിക്ക് അയാളുടെ വേറബോട്ട്സ് എല്ലാം അറിയാം. കർത്താ സിംഗിന്റെയും മരിയയുടെയും കല്യാണം നടത്തിക്കൊടുത്തത് ഞാനാണ്. കുറെ വർഷങ്ങളായി മരിയ എന്നോടൊപ്പം ഉണ്ട്. ഓക്കെ മേം സാബ്, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. വീടിന്റെ ടോട്ടൽ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കണം. മുറികളൊക്കെ ഒന്ന് തുറന്നു കാണണം. സേഫ് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. മേം സാബ്, ഈ റൂമിൽ താമസിക്കുന്ന ആൾ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്തിന്? ഇവിടെ അത്ര സേഫ് അല്ല. ടെന്റിന്റെ വ്യൂ പോയിന്റിലുള്ള ഒരു റൂമായാൽ 24 മണിക്കൂറും ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കും. റൈറ്റ്. വേണ്ട, അത് മാനസി വന്ന് അവളോട് ചോദിച്ചിട്ട് മതി. ചേച്ചി, ശ്യാം പറയുന്നതിലും കാര്യമുണ്ട്. ചേച്ചിയുടെ മോളാ മാനസി. സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡന്റാണ്. BBC വേണ്ടി ഒരു ഡാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ജയ്പൂരിലും ആഗ്രയിലുമായി ഒരാഴ്ചത്തെ ടൂറിലാണ് അവൾ.